ഒരുപാട് അങ്ങ് കണക്ക് കൂട്ടലോട് കൂടി ആഗ്രഹിച്ച ചില കാര്യങ്ങൾ നടക്കാറില്ലേ നമ്മുടെ ലൈഫിൽ അല്ലേ? അതുപോലെയായിരുന്നു കേട്ടോ ഇപ്രാവശ്യത്തെ പൂരവും. വലിയ പ്രതീക്ഷകളും ഒക്കെ ആയിരുന്നു. പൂരത്തിന് ലൈറ്റ് ഇടണം, അതുപോലെ തന്നെ എല്ലാവരെയും വിളിക്കണം എന്ന്. പക്ഷെ എന്തായി? ഏറ്റവും ലാസ്റ്റ് ഇതാണ് അവസ്ഥ. വീട്ടിൽ ഗംഭീര പണിയൊക്കെ നടക്കുക. എന്തിനാണെന്നറിയോ? പൂരമാകുമ്പോഴേക്കും എല്ലാവരും വരുമ്പോഴേക്കും വീടൊക്കെ നല്ല അടിപൊളിയാക്കി സെറ്റാക്കി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് കണ്ണിന് അസുഖം വന്നത്. കണ്ണിന് അസുഖം കുറച്ച് കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആയ കാരണം കൊണ്ടേ നമുക്ക് ആരും വിളിക്കാനും പറ്റിയില്ല ഇപ്രാവശ്യത്തെ ഉത്സവത്തിന്. എന്നാലും വീട്ടിൽ ചേട്ടന്മാർ പണിക്കൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് അത്ര വലിയ പേടിയൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോകും കുട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിന്ന് കാലത്ത് കഞ്ഞിയൊക്കെ വെച്ച്, അതുപോലെ തന്നെ ചേട്ടന്മാർക്ക് കഞ്ഞി കൊടുക്കാനുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. പതിവ് പോലെ തന്നെ ഇന്ന് നമ്മൾ ഉരുളൻകിഴങ്ങും ബീട്രൂട്ടാണ് കറി വയ്ക്കുന്നത് കേട്ടോ. കഴിഞ്ഞ ദിവസം നെസ്റ്റോയിൽ പോയി വന്നപ്പോൾ അവിടെ നിന്ന് കിട്ടിയതാണ് ഈ ഒരു കേക്കിൻ്റെ ഡബ്ബ. അതിലാണ് ഇപ്പോൾ നമ്മുടെ മല്ലിയില ഇട്ട് വയ്ക്കുന്നത്. പിന്നെ അവിടെ നിന്ന് തന്നെ ഞാൻ ഈ ഒരു യോഗട്ടിൻ്റെ വലിയ ടിന്നും മേടിച്ചിട്ടുണ്ടായിരുന്നു. ശരീരം നന്നായിട്ട് തണുപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണിലത്തെ അസുഖം മാറുമെന്ന് പറഞ്ഞപ്പോഴാണ് യോഗട്ട് മേടിച്ചത്. യോഗട്ട് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കഴിക്കുന്നതാണ് കേട്ടോ. ഒരു തൈരിൻ്റെ വേറൊരു വകഭേദം എന്നൊക്കെ പറയാം. പക്ഷെ അതിങ്ങനെ കാലത്ത് യോഗട്ടും അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സും ഡ്രൈ നട്ട്സും ഒക്കെ ഇട്ട് കഴിക്കുന്നത് ശരീരത്തിന് നല്ലതാണ്. നമ്മളിങ്ങനെ തടിയൊന്നും വലിയ കാര്യമായിട്ട് വയ്ക്കില്ല. ബ്ലഡൊക്കെ നന്നായിട്ട് ഇൻക്രീസ് ചെയ്യും ഈ ഡേറ്റ്സ് ഒക്കെ ഇടുമ്പോൾ. പിന്നെ തണുപ്പുവാണെന്ന് പറഞ്ഞപ്പോഴാണ് കേട്ടോ അത് കഴിച്ചു. ഒരു ഐസ്ക്രീമിൻ്റെ ഫീലായിരുന്നു കഴിക്കുമ്പോൾ ഉണ്ടാവുന്നത്. അത്യാവശ്യം നമുക്ക് 1-2 ആഴ്ചയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കാനുള്ള ഒരു ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ ആ ഒരു വലിയ ഡബ്ബയിൽ. അങ്ങനെ അതൊക്കെ കഴിച്ച് കാലത്തൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മൂഡിലൊക്കെ എത്തി. പിന്നെ നമ്മൾ പതിവ് പോലെ തന്നെ നമ്മുടെ പതിവ് പരിപാടികളിലേക്ക് കടക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് നമുക്കൊരു 5-6 പേരുണ്ട്. വീടിന് ചുറ്റും ഗംഭീര പണി നടക്കുകയാണ് കേട്ടോ. ഞാൻ എന്നും പറഞ്ഞു, കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു എന്ന് തോന്നുന്നു, നമ്മളെന്താ പറയുക, ഒരു കുഞ്ഞെ കട്ടെടുത്ത് വെക്കുന്നതിന് പകരം ഇപ്പോൾ ലോകം മുഴുവൻ കട്ട വെച്ച അവസ്ഥയിലായി. ചെറിയൊരു പണി പറഞ്ഞതാണ്, പണിത് ഇപ്പോൾ വീടിന് ചുറ്റും മതിലായി എന്ന് പറയാലോടാ. അങ്ങനെ നമ്മൾ ഉരുളൻകിഴങ്ങും അതുപോലെ തന്നെ ബീട്രൂട്ടൊക്കെ ഒന്ന് ജസ്റ്റ് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഉപ്പിട്ടിട്ട്. ചെറുള്ളിയും വെളുത്തുള്ളിയും നമ്മൾ സാധാരണ പോലെ തന്നെ മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. നമ്മൾ വേപ്പിൻ്റെ ഇലയും അതുപോലെ തന്നെ ഇടിച്ച മുളക് ഇട്ടിട്ട് ഒന്ന് വഴറ്റിക്കൂട്ടി അതിൻ്റെ ഉള്ളിൽ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു സംഭവമൊക്കെ ഇട്ട് ഒന്ന് അടച്ച് വെച്ചപ്പോൾ നമ്മൾ അടിപൊളി കാലത്തേക്കുള്ള ഉപ്പേരി റെഡി ആയിട്ടോ. കഠിന വയ്യാത്ത കാരണം കൊണ്ട് കാലത്ത് തന്നെ ചേട്ടന്മാർ വന്നപ്പോൾ പറഞ്ഞു വലിയ പണിക്കൊന്നും നിൽക്കണ്ട, ഞങ്ങൾക്കൊരു ചമ്മന്തി ആയാലും മതി എന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ കഞ്ഞി സെറ്റാക്കിയിട്ടാ. അപ്പോഴാണ് നമ്മുടെ വീടിൻ്റെ അടുത്തേക്ക് ഇബ്രാഹിം കുട്ടിക്ക മീൻ കൊണ്ടുവന്നത്. ഇക്കനെ വിളിച്ച് പറയണം കേട്ടോ, ഇക്കാന്ന് മീനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കുറേ മീനുണ്ട് മോളെ എന്ന് പറയും. അപ്പോൾ എന്നാൽ ഇവിടം വരെ ഒന്ന് കയറി വയ്ക്കാമെന്ന് ഞാൻ ചോദിക്കുക. അപ്പോൾ ഇക്ക കൊണ്ടുവരുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ ഇക്ക താഴത്തു കൂടെ അങ്ങനെ അങ്ങോട്ട് നേരെ പോകാറുള്ളൂ. അപ്പോൾ മീൻ ഉള്ള ദിവസങ്ങളിൽ ഇക്കയോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്ക വീട്ടിലേക്ക് മീൻ കൊണ്ടുവന്ന് തരും. പിന്നെ ഇതുപോലെ നന്നാക്കിയൊക്കെ തരും. ഞാൻ നമ്മുടെ വലിയ വലിയ കഷ്ണങ്ങളുണ്ടല്ലോ അത് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു, ഇത് വറക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ പണി പിന്നെ ഗംഭീര കുശാലായിട്ടുള്ള ഭക്ഷണമായി. എനിക്ക് പണി ഇത്തിരി എളുപ്പമുണ്ടെന്ന് വിചാരിച്ചു കേട്ടോ. നമുക്ക് ഇങ്ങനെ എന്താ പറയുക, പീള കിട്ടുന്ന ഒരു പോലെ തോന്നും. അതായത് സെക്രീഷൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു വലിയ കാര്യമായിട്ട് ചൂട്ടത്ത് നിൽക്കണ്ടെന്ന് വിചാരിച്ചു. സങ്കടം നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പൂരൊക്കെ വലിയ ഗംഭീരമാക്കണം എന്ന് വിചാരിച്ചതായിരുന്നു ഇവിടെ. പക്ഷെ എന്താ ചെയ്യുക, ഞാൻ പറയുന്നില്ലേ തുടക്കത്തിൽ തന്നെ ചില കാര്യങ്ങൾ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചാൽ അതങ്ങോട്ട് നടക്കില്ലേ. അങ്ങനെ നമ്മൾ മീൻ നമ്മുടെ വീട്ടിൽ കുറച്ച് വേസ്റ്റും കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പറക്കാൻ വേണ്ടിയിട്ട് സ്ക്രപ്പ് പറക്കണ ചേട്ടന്മാരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ മീൻകറി വയ്ക്കുകയാണ്. പതിവ് പോലെ തന്നെ സാധാരണ പോലെ തന്നെ നമ്മൾ എന്താ പറയുക, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒക്കെ അരിഞ്ഞതിലിട്ടു, മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലപ്പൊടി ഇട്ടു. എന്നിട്ട് അതിൽ 1-ാം പാല് വേവിച്ചൊഴിച്ചു, കുടംപുളി ഇട്ടു, ഉപ്പിട്ടു. ഇത് നന്നായിട്ട് ആ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നപ്പോൾ നമ്മുടെ കഷ്ണം മീൻ അതിലേക്ക് ഇട്ട് കൊടുത്തു. കറിവേപ്പിൻ്റെ എല്ലാം ഉണങ്ങിയതാണ്. മടിയായിട്ട് അങ്ങോട്ട് പോകാനേ വയ്യാത്ത അറിഞ്ഞോട്ടാണ് കേട്ടോ. നല്ല വെയിലാണ്. വെയിൽ കൊള്ളുമ്പോൾ ഇങ്ങനെ ഒരു പ്രിക്കിങ് സെൻസേഷൻ വരുന്നുണ്ടായിരുന്നു കണ്ണിൽ. അങ്ങനെ 1-ാം പാലും കൂടി ഒഴിച്ച് കുറച്ചും കൂടി ഉപ്പ് ഇട്ടപ്പോൾ നമ്മുടെ അടിപൊളി മീൻ കൂട്ടാൻ റെഡിയായി. ഇതിലിനി ഉള്ളി കഴിച്ചിട്ടുണ്ടെങ്കിൽ സംഭവം സെറ്റ് കേട്ടോ. കുറച്ച് മുളക് പൊടി കൂടി ഇട്ടിട്ട് ഉള്ളി കാച്ച. കാലത്ത് കുറച്ച് അധികം കറി വെച്ച കാരണം കൊണ്ട്, അതായത് കറിയല്ല ഉപ്പേരി വെച്ച കാരണം കൊണ്ട് ഉച്ചയ്ക്ക് അതും കൂടി ആയപ്പോൾ 3 തരം സെറ്റായിട്ടോ. എനിക്കൊരു ഉപ്പേരി ഇല്ല എന്നുണ്ടെങ്കിൽ എന്തോ ഒരു കുറവ് ഫീൽ ചെയ്യണ പോലെയാണ്. അപ്പോൾ നിങ്ങൾ എന്താ പണിയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ വീട്ടിൽ. ഞാൻ മൊത്തത്തിൽ ഇന്ന് നമ്മുടെ വീടിൻ്റെ ചുറ്റും നടന്ന പണികളൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അങ്ങനെ വീടിൻ്റെ ചുറ്റും ചെറിയൊരു ഭാഗത്ത് ഞാനൊരു മതിലിൻ്റെ പോലെ, മതിലല്ല ഒരു ചെറുതായിട്ടൊന്ന് സെറ്റ് ചെയ്തൊരു ഭാഗ്യം ഒരു ഗാർഡൻ്റെ പ്ലേസ് എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ തുടങ്ങിയ പണിയാണ്. അപ്പോൾ ഏകദേശം എന്തായി, വീട്ടിൽ JCB എത്തിയ അവസ്ഥയായി. വീട്ടിൽ JCB ഒക്കെ വന്ന് നമ്മുടെ വീടിൻ്റെ മുറ്റം മുഴുവൻ നമ്മൾ ബേബി മെറ്റൽസ് ഇല്ലേ, നമ്മൾ മെറ്റൽ ഇട്ടിരിക്കുകയാണ് കേട്ടോ. ആ മെറ്റൽ മൊത്തം ഒരു സൈഡിലേക്ക് ഉന്തിത്തള്ളി വെച്ചിട്ട് ഇവിടുത്തെ ഒരു ഏരിയ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഇവിടെയും മതിൽ കെട്ടി വീട് നല്ല രീതിയിൽ സെക്യൂർ ആക്കാന്നുള്ള ഒരു പ്ലാനിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് നീങ്ങിയിട്ട് കുഞ്ഞൊരു പറമ്പുണ്ട്, അവിടേക്കാണ് ഈ മണ്ണൊക്കെ കൊണ്ട് തട്ടാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സൈഡിൽ നിന്ന് നമ്മുടെ ഈ ഒരു എന്താ പറയുക,
ഗാർഡൻ ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു സൈഡിൽ നിന്നാണ് നമ്മൾ മണ്ണെടുക്കുന്നത്. അവിടെ 2 വലിയ പാറയുണ്ട്. ആ പാറേമ്മ വലിയ ഫൗണ്ടനൊക്കെ ഉണ്ടാക്കണം എന്നാണ് ഭാഗ്യം പറയുന്നത്. അതൊന്നും ഇപ്പോൾ നടക്കില്ല. ആഗ്രഹങ്ങളുടെ ഒരു കൂമ്പാരാണല്ലോ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെ പൊന്തിച്ച് കൊണ്ടുവരുന്ന തിരക്കിലാന്ന് തോന്നുന്നു ഭാഗ്യം കേട്ടോ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ അവിടെ നട്ടിട്ടുണ്ടായിരുന്ന എൻ്റെ ചെടികളൊക്കെ പറിച്ചത് അവിടെ ഇട്ടിട്ടുണ്ട്. ചെടികൾ പറിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ദൈവമേ, എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞരമ്പുകൾ പറിച്ചെടുക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ചേട്ടന്മാർ പറിച്ചിങ്ങോട്ട് ഇട്ട് തന്നു, വേറെ എവിടെയെങ്കിലും കൊണ്ട് നട്ടോളാൻ പറഞ്ഞിട്ട്. പക്ഷേ ഈ കൊടും വെയിലിൽ വേറെ എവിടെ കൊണ്ട് നടാൻ, നമ്മൾ നട്ടാൽ തന്നെ എങ്ങനെ പിടിക്കാൻ? പിന്നെ ഒരു ആശ്വാസം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഇരുന്ന് ആസ്വദിക്കാൻ കാടൊക്കെ ഇങ്ങനെ വിശാലമായി നിങ്ങളുടെ മുമ്പിൽ പകർത്താൻ വേണ്ടിയിട്ട്, അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്, ക്യാമറയൊക്കെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മൂവാണ്ടന് ചുറ്റും ഇതുപോലെ ഒരു റൗണ്ടിൽ ചേട്ടന്മാർ കെട്ടിത്തരുന്നുണ്ട്. അത് ഭാഗ്യൻ, ഞാൻ കുറേ നാളത്തെ എൻ്റെ റിക്വസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഭാഗ്യൻ ചേട്ടന്മാരെ കൊണ്ട് പറഞ്ഞു കെട്ടിപ്പിക്കുന്നതാണ് കേട്ടോ. നമുക്കിങ്ങനെ കിണറൊക്കെ കിട്ടുന്ന സെപ്പറേറ്റ് ആയിട്ടുള്ള കല്ലുകൾ കിട്ടും അത്ര. അപ്പോൾ അങ്ങനെ വട്ടനെ ബിൽഡ് ചെയ്തെടുക്കാൻ നല്ല എളുപ്പമാണെന്ന് പറയുന്നത്. അവിടെ കൊണ്ടിടുന്നത് ഇതിൻ്റെ ഉള്ളിൽ നിറയ്ക്കാനുള്ള മണ്ണാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഇങ്ങനെ വെറുതെ കെട്ടിത്തരുന്നതായിരിക്കുമല്ലോ എന്നാണ് വിചാരിച്ചത്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് ഭാഗ്യം പറഞ്ഞത് അത് നമുക്ക് തേച്ച് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ഇതിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ കിടന്ന ആകാശം കാണാൻ നല്ല ഭംഗിയായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാനും സെറ്റായിക്കോട്ടെ എന്ന് വിചാരിച്ചു. മൃഗങ്ങളുടെ ശല്യം ഉണ്ടോ ശ്രീ എന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് കേട്ടോ. മൃഗങ്ങളുടെ ശല്യം ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് പേഴ്സണലി മൃഗങ്ങളുടെ ശല്യം ഇല്ല, ഇതുവരെ വന്നിട്ടില്ല. കുരങ്ങൻ, പന്നി, ഈ വക മൃഗങ്ങളൊക്കെ നമ്മുടെ ഇവിടെ ഉണ്ട്. പക്ഷെ നമുക്ക് കുറച്ചങ്ങോട്ട് നീങ്ങിയിട്ടുള്ള വീടുകളിലൊക്കെ പപ്പക്കായൊന്നും ഉണ്ടാവില്ല എന്ന് ഇളയമൊക്കെ പറയാറുണ്ട്. പക്ഷെ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ മാഷാള്ള ഇതുവരെ സംഭവിച്ചിട്ടില്ല കേട്ടോ. ഉണ്ടാവാണ്ടിരിക്കട്ടെ. ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർ വന്നിട്ടുണ്ടെങ്കിൽ. വൺസ് അവർ നമ്മുടെ വീട്ടിലേക്ക് എത്തിപ്പെട്ടാൽ പിന്നെ പോവില്ല എന്നാണ് പറയണത്. അപ്പോൾ ഇതുവരെ അങ്ങനെയൊന്നുമില്ല. ദൈവത്തിൻ്റെ അനുഗ്രഹം കാരണം കൊണ്ട് ഇനിയും ഉണ്ടാവാണ്ടിരിക്കട്ടെ. നമുക്കാണെങ്കിൽ കൃഷിയാണല്ലോ നമ്മുടെ മെയിനായിട്ടുള്ളൊരു ഉപജീവന മാർഗം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഭാഗ്യം ഒരുപാട് ഇഷ്ടപ്പെടുന്ന കാരണം കൊണ്ടും ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ള കാരണം കൊണ്ടായിരിക്കാം ഇതുവരെ അങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാറില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ബാക്കും ഇതുപോലെ തന്നെ ഇതൊക്കെ ചെയ്ത് ചെടികളൊക്കെ ഇരിക്കുന്ന കാരണം കൊണ്ട് ഒരു ഫ്രണ്ട് ഫീൽ തന്നെയാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇത് 2-3 ദിവസം കൊണ്ട് ഞാൻ ഷൂട്ട് ചെയ്തതാണ്. ഈ ഒരു വീടിന്റെ പണികളൊക്കെ നിങ്ങൾ എന്താ പണിയെന്ന് ചോദിച്ചാൽ മര്യാദ വില തരും. നല്ല എല്ലാ സാധനങ്ങളും സെപ്പറേറ്റ് പിടിക്കുക. ഇരുമ്പ്, അലുമിനിയം, പ്ലാസ്റ്റിക്, അങ്ങനത്തെ കമ്പി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വേറെ വേറെ പിടിച്ച് മര്യാദ വില വരുന്ന പുൽത്തണ്ണിയിലുള്ള ആൾക്കാരാണ്. എൻ്റെ പേര് ആഷിഖ്, ആളുടെ പേര് കസിം. ഹലോ കാസിം. അപ്പോൾ വരന്തരപ്പള്ളി, പുലിക്കണ്ണി, ആമ്പല്ലൂർ ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ അത്യാവശ്യം ഉണ്ടെങ്കിൽ ഓരോന്ന് എടുത്തോളൂ. നമ്മുടെ മറ്റേ ഈ സാധനങ്ങൾ നിങ്ങൾ എന്താ ചെയ്യാന്ന് ചോദിച്ചില്ലേ, മറ്റേ കമ്പിയൊക്കെ അത് നമ്മൾ കയറ് വലിക്കാനായിട്ട് നമ്മൾ കമ്പി വലിച്ചിട്ടാണ് കയറ് വലിക്കാം. അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം ചെറുതായിട്ട് തുരുമ്പെടുത്ത് തുടങ്ങി. ഇനി ഇത് ടൈറ്റ് ആക്കുമ്പോൾ തുരുമ്പെടുത്ത് കൊടുത്ത് പൊട്ടിപ്പോവും. അപ്പോൾ നമ്മൾ ഒരു രണ്ട് പന്തലൊക്കെ കഴിയുമ്പോൾ പുതിയ കമ്പി മേടിച്ച് ചുറ്റണം. ഇത് നമ്മൾ ഇങ്ങനെ കൊടുക്കും. അതാണത് കാസമിക്ക് ഈ ചേട്ടനും കടയിൽ നിന്നും കൊണ്ടുപോകുന്നുണ്ടോ ചേട്ടാ സാധനങ്ങൾ? ഈ ഇരുമ്പൊക്കെ കൊടുക്കണോ കമ്പിയൊക്കെ? എല്ലാ ആക്രി സാധനങ്ങളും കൊടുക്കുമ്പോൾ ഞാനൊന്ന് പോയി എത്തി നോക്കും എനിക്ക് ആവശ്യമുള്ളത് എന്തെങ്കിലും ഉണ്ടോയെന്ന്. കാരണം എനിക്ക് ഈ ആക്രികൾ വെച്ച് എന്തെങ്കിലുമൊക്കെ പണികൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഭാഗ്യം അതിനൊന്നും സംഭവിച്ചില്ല. എല്ലാം കൊടുത്തു. 2-3 എനിക്ക് എടുത്തു തന്നു എൻ്റെ വാശി കാരണം. ബാക്കിയുള്ളതൊക്കെ കൊടുത്തു. അങ്ങനെ മൊത്തത്തിൽ മണ്ണൊക്കെ ഇട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ കട്ട വേറെ കുറച്ചും കൂടി ഒരു കട്ടയ്ക്കും കൂടി എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ കെടുക്കാനിരിക്കാനൊക്കെ എന്നുള്ള രീതിയിൽ ആ ചേട്ടന്മാർ അതിനൊന്ന് വീതി കൂട്ടിയെടുക്കുകയാണ്. അപ്പോൾ ഭാഗ്യം പറഞ്ഞത് ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് തോന്നും, പക്ഷെ ഭയങ്കര എക്സ്പെൻസീവുള്ള പണിയാണെന്നാണ് പറഞ്ഞത് കേട്ടോ. എന്നാലും ഞാൻ പറഞ്ഞു അതൊരു ആവശ്യമാണ് കേട്ടോ. മൂവാണ്ടൻ ഇപ്പോൾ നന്നായിട്ട് കായ്ക്കണമൊക്കെ ഉണ്ട്, നന്നായിട്ട് പൂക്കളുണ്ടായിട്ട് നിൽക്കുന്നുണ്ട്. ആളും ഭയങ്കര ഹാപ്പിയായി, ഞാനും ഭയങ്കര ഹാപ്പിയായി. ഇനി അതിൻ്റെ ഉള്ളിൽ കുറച്ച് നമ്മുടെ പേൾ ഗ്രാസോ അല്ലെങ്കിൽ നമ്മുടെ ബാംഗ്ലൂർ ഗ്രാസോ ഒക്കെ ഇട്ടിട്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഞാൻ സ്വിമ്മിംഗ് പൂളിന് കൊടുത്തിരിക്കുന്ന അതേ പെയിൻറ്റിങ്ങിൻ്റെ ഒരു പാറ്റേൺ ഇവിടെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടായിരിക്കണം കേട്ടോ. പിന്നെ ഇവിടെ നമ്മുടെ വീടിനോട് ചേർന്നിട്ട് മുകളിൽക്കൂടെ നമുക്ക് വഴിയാണ്. താഴത്ത് ഇങ്ങനെ ചെടികൾ വെക്കാവുന്ന രീതിയിൽ സ്റ്റെപ്പായിട്ട് ഭാഗ്യം കെട്ടി തന്നിട്ടുണ്ട്. അവിടെ ചെടികളൊക്കെ വെക്കണം. എൻ്റെ കണ്ണ് എനിക്ക് ഭയങ്കര ബ്ലർ വിഷനാണ് കേട്ടോ. എനിക്ക് എഡിറ്റ് ചെയ്യാനും ക്യാമറയിൽ നോക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഈ വിഷൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വന്നു. അപ്പോൾ കഴിയുന്നതും റെസ്റ്റ് എടുത്തിരിക്കുക. നമ്മുടെ പോലെ
ഇതേപോലെ കമ്പ്യൂട്ടറിലോ ഒക്കെ നോക്കുന്നവർക്കാണ് കൺജങ്ക്റ്റിവൈറ്റീസ് വരുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ഫോൺ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒഴിച്ചു വെക്കുക. അല്ലെങ്കിൽ ഒരാഴ്ചക്ക് നിങ്ങളുടെ കണ്ണിൻ്റെ കാഴ്ച അപ്പോൾ ഇത് നോക്കുക കേട്ടോ, ശ്രദ്ധിച്ചിട്ട് വേണം. ഈ രോഗങ്ങളൊക്കെ വരുമ്പോൾ സൂക്ഷിക്കണം. അനുഭവം ഗുരു. അപ്പോൾ ചേട്ടന്മാർ ഫൈനലി ഇതാ ഈ ഒരു അവസ്ഥയിലാക്കി തന്നിട്ടുണ്ട്. 1-2 ദിവസത്തെ പണിയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് വീടിന് ചുറ്റും നടക്കുന്ന പണികൾ. ഇനി ഒരു ദിവസം ഭാഗ്യന് ഒഴിവ് സമയത്ത് കിട്ടുമ്പോൾ നമുക്ക് മൊത്തത്തിലൊന്ന് കാണിക്കാം കേട്ടോ, വീട് മൊത്തത്തിൽ എങ്ങനെയാണെന്നുള്ളത്. ഇതിനി തേച്ചൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു പരിപാടിയാണ്. കാരണം സിമെൻറ്റും മെറ്റലും മണലും ഒക്കെ കൂടുതൽ വേണം. പിന്നെ നമുക്കറിയാലോ, ഒരു 5 ആൾ പണിക്ക് നിൽക്കുമ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ 1000-1200 രൂപയൊക്കെ പണിക്കൂലി വരും. അപ്പോൾ അതും കൂടി ആകുമ്പോൾ എക്സ്പെൻസീവ് ആവുമല്ലോ ടോട്ടലി. നമ്മളിങ്ങനെ ഒരുപാട് ആഗ്രഹിച്ച ചില കാര്യങ്ങൾ നടക്കാറില്ല എന്ന് പറയില്ലേ. ഇവിടെ കഴിഞ്ഞ കൊല്ലം ഉത്സവം ഇവിടെ ഭയങ്കര ഒരു ഉത്സവമാണ്. പൂരം ഉത്സവമാണ്. ഉത്സവം ഇവിടെ ഒരു പൂരമാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ തന്നെ എന്തുമാത്രമാണെന്നറിയോ ഭാഗ്യത്തിന് വേണ്ടി ഫോട്ടോ എടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ലൈറ്റും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ഒരാളും വരുന്നില്ല നമ്മുടെ വീട്ടിലേക്ക്. ഇവൻ്റെ എൻ്റെ ഒരു സൈഡ് പോലെ ആകെ വിങ്ങിയിരിക്കുന്നത്. ഞാൻ ഉച്ചയ്ക്കൊന്ന് കിടന്ന് ഉറങ്ങി. എന്നിട്ട് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് ഇത് നമുക്ക് കായ വറക്കണം, പുളിയിഞ്ചി ഉണ്ടാക്കണം, അച്ചാറിടണം, ഈ കുറച്ച് കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. ഇപ്പം ഞാനൊന്ന് ഉഷാറായി. പക്ഷെ അമ്മ നാളെ കാലത്ത് വരാമെന്ന് പറഞ്ഞിട്ട് വന്നാലും ഞാൻ കൂടെ വരണ്ടാന്നാ പറഞ്ഞത്. ഇതെങ്ങാനും പകർന്നുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചു. ഭാഗ്യം എൻ്റെ കൂട്ടുകാരെ നോക്കണില്ലേ, ഇത്ര ദിവസമായി വല്ലതും നോക്കിയിട്ട്. നോട്ടായിട്ട് അന്ന് പിള്ളേരുണ്ടെന്ന് തോന്നുന്നു. അപ്പോഴേക്കും ഇവിടെ കഴിച്ചാ വരില്ല. പ്രസിഡന്റാണ് പ്രസിഡന്റ്, അതുകൊണ്ടാ. അല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ആരും വരുമൊന്നുമില്ല. നല്ല എൻ്റെ ഒരു മനസ്സമാധാനം. പിന്നെ കായ കുറെ കൊണ്ടുവന്നതല്ലേ എന്ന് വിചാരിച്ചു. ഉച്ചയ്ക്ക് കുറച്ച് നേരമൊക്കെ കിടന്നുറങ്ങിയപ്പോൾ ഒന്നൊരു ഉഷാറ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഭാഗ്യൻ കൊണ്ടുവന്നതല്ലേ ഇത്തിരി കായ വറക്കാമെന്ന് വിചാരിച്ചു. കായ വറക്കലൊന്നും ഒരു പണിയേ അല്ല കേട്ടോ, വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എനിക്ക് എന്താണെന്നറിയില്ല, ഈ പ്രാവശ്യത്തെ എൻ്റെ ഉത്സവം അങ്ങോട്ട് ഞാൻ ആഗ്രഹിച്ചിരുന്നിട്ട് അത് അങ്ങോട്ട് ശരിയാവാണ്ടായപ്പോൾ എന്നാലും വിട്ടുകൊടുക്കാനുള്ളൊരു മനസ്സുമില്ല. അങ്ങനെ ആ തീരുമാനത്തിലെത്തി കായ വറക്കാം എന്നുള്ളത് കേട്ടോ. അപ്പോൾ കായ നമ്മൾ എങ്ങനെയാണ് അറിയാൻ വറക്കുക, 2 തലയും കടയും ഒന്ന് ചെത്തിയിട്ട് ഒരു വര വരഞ്ഞ് അതിനൊന്ന് ടെസ്റ്റ് ചെയ്യും. ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ തൊലി ഉരിഞ്ഞ് കിട്ടും കേട്ടോ. അങ്ങനെ 2-3 എണ്ണം തൊലി ഉരിഞ്ഞ് നമ്മൾ ഉപ്പും മഞ്ഞപ്പൊടിയും കലർത്തിയ വെള്ളത്തിൽ ഇട്ട് വെക്കും. അപ്പോൾ കായ്ക്കൊരു മഞ്ഞ കളറും വരും, കറയും ഉണ്ടാവില്ല. എന്നിട്ട് അതിനെ നന്നായിട്ട് ഒരു കോട്ടൻ്റെ തുണിയിൽ കഴുകിയെടുത്തിട്ട്, അല്ലെങ്കിൽ തുടച്ചെടുത്തിട്ട് നമ്മൾ നല്ല ചൂടുള്ള എണ്ണയ്ക്ക് ഈ സ്ക്രപ്പർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് എന്താ പറയുക ഒന്നിങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടിപൊളി കായുപ്പേർ റെഡി. നന്നായിട്ട് ആയി വരുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ഉപ്പുവെള്ളം കലക്കി 1 ടീസ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കായ വറുത്തത് റെഡി കേട്ടോ. ഇത്ര പരിപാടിയുള്ള കായ വറുത്തതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വിശേഷങ്ങളൊക്കെ വരുമ്പോൾ അച്ചപ്പുണ്ടാക്കലും കായ വറുക്കലും, പിന്നെ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ പലഹാരത്തിന് മടക്കുന്ന പറയാമെന്ന് ചേച്ചിമാർ പറഞ്ഞു. അതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. വീട്ടിലുണ്ടാക്കി വെക്കുകയാണെങ്കിൽ പിള്ളേരുള്ളവരാണെങ്കിൽ, ഒരുപാട് പിള്ളേരുള്ളവരാണെങ്കിൽ ഒരുപാട് പൈസ നമുക്ക് ബേക്കറിയിൽ കൊടുക്കാണ്ടും കഴിഞ്ഞു. നമ്മൾ വീട്ടിലുണ്ടാക്കിയ ഫുഡ് അവർക്കൊരു നൊസ്റ്റാൾജിയ പോലെ കഴിക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരുവിധം സെറ്റായിട്ടുണ്ട് കേട്ടോ. കാര്യങ്ങളൊക്കെ ഒരുവിധം ഞാൻ ഫൈനലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നാളെ കാലത്ത് പുളിയിഞ്ചി ഉണ്ടാക്കണം. അപ്പോഴേക്കും അമ്മ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ വന്നാൽ പിന്നെ സെറ്റായി. ഞാൻ ആരോടും വരണ്ടാന്ന് പറഞ്ഞു. ഞാൻ എല്ലാവരും വിളിക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷേ ഫൈനലി ഞാൻ ആരോടും വരണ്ടാന്ന് പറഞ്ഞു. ഈ കണ്ണിക്കേട് കൊണ്ടുപോകണ്ടല്ലോ എന്ന് വിചാരിച്ചു. അത്രയും ക്ലോസ് ആയിട്ട് നമ്മുടെ വീട്ടിൽ വരുമ്പോൾ അത്രയും ക്ലോസ് ആവുമല്ലോ. അപ്പോൾ കുഞ്ഞിന് പരീക്ഷയൊക്കെയാണ്. അപ്പോൾ കുട്ടിക്ക് എഴുതാനൊക്കെ ബുദ്ധിമുട്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അവരൊന്നും വിളിക്കാണ്ടിരുന്നത്. ശ്രീകുട്ടൻ എന്താ കഴിക്കുന്നേ? അച്ചപ്പം വേണോ മോനെ, ബോണ്ട വേണോ?
അങ്ങനെ ശ്രീകുട്ടന് ഭയങ്കര സന്തോഷമായി അച്ചപ്പുണ്ടാക്കി കൊടുത്തപ്പോഴും. ഇനിയിപ്പോൾ കുറച്ച് ദിവസം ആഴ്ചയിൽ ഒരു എക്സാമൊക്കെ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് എന്താ പറയുക, ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ ഇരുന്ന് കുറിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഫൈനലി കണ്ണ് ഈ ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഇതെന്നാ ഷൂട്ട് ചെയ്തതെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ, കാരണം 2 കണ്ണിലും വന്നിട്ടാണ് സംഭവം ഏകദേശം ഇങ്ങനെ ആയിട്ടുണ്ടായിരുന്നത്. അവസാനം എത്തിയപ്പോഴേക്ക് 2 കണ്ണിലേക്ക് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ കുഴപ്പമൊന്നുമില്ല, വേദനയൊന്നുമില്ല, നമുക്ക് കാണാൻ ഒരു ബുദ്ധിമുട്ടുണ്ടെന്നേ ഉള്ളൂ. സങ്കടകരമായ ഒരു കാഴ്ച എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടോ, ഭാഗ്യം ലൈറ്റും സംഭവങ്ങളും ഒക്കെ മേടിച്ചോണ്ട് സെറ്റാക്കിയിട്ടാണ്. ഇവൻ നമ്മളിത് ഫിറ്റ് പോലും ചെയ്തില്ല നമ്മുടെ വീട്ടിൽ, കാരണം 2 പേർക്കും വയ്യാണ്ട് പോയി. ഭാഗ്യനാണെങ്കിൽ തിരക്കും. ഇതുപോലെ എന്തെങ്കിലും മേടിച്ചു കൊണ്ട് വന്നാൽ എത്ര രൂപയെന്ന് ചോദിച്ച് അവരെ മാനസികമായി തളർത്തുന്ന ഭാര്യമാരാണോ നിങ്ങൾ? ഞാൻ അങ്ങനെ ചോദിക്കും, എന്ത് മേടിച്ചുകൊണ്ട് വന്നാലും എത്ര രൂപയെന്ന്. അപ്പോൾ നമ്മുടെ ഒരു കുട്ടി വീഡിയോ ആയിരുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു. പൂരത്തിൻ്റെ വിശേഷങ്ങളായിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ശ്രീജ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ സ്നേഹപൂർവ്വം ശ്രീജ.